ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ കഴിവിനെക്കുറിച്ചും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ അമേരിക്കയ്ക്ക് വലിയൊരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് എക്സ് സിഇഒയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക്. ഹൈപ്പർസോണിക് മിസൈലുകൾ, സ്വയംഭരണ സംവിധാനങ്ങൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉയർച്ചയോടെ സൈനിക മേധാവിത്വം നിലനിർത്തുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്കയുടെ സൈനിക ശക്തിക്ക് രാജ്യത്തിന്റെ കാലഹരണപ്പെട്ട ആയുധ പരിപാടികൾ അടിയന്തരമായി പുനഃപരിശോധിച്ചില്ലെങ്കിൽ അടുത്ത യുദ്ധത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് മസ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് മസ്കിന്റെ ഈ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രതിരോധ രംഗത്തെ കാര്യക്ഷമതയ്ക്കും പരിഷ്കരണത്തിനും വേണ്ടിയുള്ള മസ്കിന്റെ വാദങ്ങൾ അമേരിക്കയിൽ മാറ്റത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് തന്നെ ഇപ്പോൾ തുടക്കമിട്ട് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിൽ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ ഇലോൺ മസ്കിനെ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ജീവനക്കാരനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് ഇലോൺ മസ്ക്. അമേരിക്കൻ ആയുധ പരിപാടികൾ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇലോൺ മസ്ക് പറഞ്ഞു. മുൻകാല യുദ്ധങ്ങളെ നേരിടാൻ ഉപയോഗിച്ച ഉയർന്ന വിലയിൽ ചെറിയ തോതിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന നിലവിലെ സമീപനം കാലഹരണപ്പെട്ടതാണെന്നും അടുത്ത സംഘർഷത്തിൽ അത് വിനാശകരമായ പരാജയത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നും മസ്ക് എക്സിൽ കുറിച്ചു. അമിതമായ ഉദ്യോഗസ്ഥ ഭരണവും കാലഹരണപ്പെട്ട സൈനിക തന്ത്രങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് പ്രധാന തടസ്സങ്ങളാണെന്ന് വാദിക്കുന്ന ഇലോൺ മസ്ക് കുറച്ചു കാലമായി അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ കാര്യക്ഷമതയില്ലായ്മയെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണ്. ഈ കാര്യക്ഷമത ഇല്ലായ്മകൾ വിഭവങ്ങൾ പാഴാക്കുക മാത്രമല്ല, രാജ്യത്തെ ഭീഷണികൾക്ക് കൂടുതൽ ഇരയാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പ്രതിരോധവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള ഫെഡറൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ഇലോൺ മസ്കിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ പ്രക്രിയ വളരെ മന്ദഗതിയിലായതുകൊണ്ടും അത് ഉദ്യോഗസ്ഥലത്തിൽ മാത്രമാണ് ഒതുങ്ങുന്നതെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള അമേരിക്കയുടെ കഴിവിനെ ഇത് തടസ്സപ്പെടുത്തുന്നുവെന്നും അവർ വാദിച്ചു. പ്രഡറ്റർ ഡ്രോണിന്റെ നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റവും അമേരിക്കയുടെ കരാർ സംവിധാനവും പരിഷ്കരിക്കണമെന്ന് DOGE ആവശ്യപ്പെട്ടിരുന്നു. ഒരു പ്രധാന പ്രതിരോധ കരാറായ L3 ഹാരിസ് ടെക്നോളജീസ് പ്രതിരോധ ഏറ്റെടുക്കൽ സംവിധാനത്തിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾ DOGEക്ക് നൽകിയിട്ടുമുണ്ട്. പ്രതിരോധ ഏറ്റെടുക്കൽ സംവിധാനങ്ങളിലെ എല്ലാ കമ്പനികൾക്കുമുള്ള കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആവശ്യകതകൾ ഇല്ലാതാക്കുക, സംയുക്ത സംഭരണ പരിപാടികൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രതിരോധ സെക്രട്ടറിയുടെ ഓഫീസിനുള്ളിൽ ഒരു കേന്ദ്ര കോൺട്രാക്ടിംഗ് വിഭാഗം സ്ഥാപിക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രവർത്തനം തുടങ്ങിയ ആദ്യ 80 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം $420 മില്യൺ സർക്കാർ കരാറുകൾ DOGE റദ്ദാക്കിയിട്ടുണ്ട്. ഫെഡറൽ ചെലവ് $2 ട്രില്യൺ കുറയ്ക്കുക എന്ന DOGEയുടെ അഭിലാഷ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. F-35 ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിനെ വിമർശിക്കുന്ന ഇലോൺ മസ്ക് അതിനെ ഒരു മോശം ഡിസൈൻ എന്ന് വിളിക്കുകയും പകരം ആളില്ലാ സംവിധാനങ്ങളിലുള്ള മാറ്റത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തു. ആധുനിക പോരാട്ടത്തിൽ ഈ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദവും ലാഭകരവുമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്.